നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ടോ ഇന്ദ്ര, ഇവരിതൊരു പെണ്ണ് കാണൽ ചടങ്ങ് തന്നെയായിട്ടാ കാണുന്നേ. നീ അതിനനുസരിച്ച് പെരുമാറിക്കോണം. അതവിടെ വെക്കാതെ ഇങ്ങോട്ട് കൊടുക്കുമോളെ. ഇന്ദ്രന് നീ തന്നെ ചായ കൊടുക്ക്. ചായ എടുക്കിന്ദ്രേട്ടാ. ആന്റി അല്ല, ഞാൻ വിളിച്ചപ്പോ തന്നെ സച്ചി സാർ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി വെച്ചു അല്ലേ? ഒരുക്കങ്ങളോ? എന്തൊരുക്കങ്ങള്? അല്ല, ഞങ്ങള് വന്നപ്പോ തന്നെ ഇന്ദുമോള് ചായയായിട്ട് വന്നില്ലേ? ഇപ്പൊ ഇതാര് കണ്ടാലും ഒരു പെണ്ണ് കാണൽ ചടങ്ങാണെന്നേ തോന്നും. ഓ, എന്ന് അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെയല്ലേ സുശീലേ. ഇന്ദ്രന് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലെ തോന്നിയോ? ഏയ്, അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് സച്ചി സാറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ. അല്ല, അതിപ്പോ പ്രത്യേകിച്ച് എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? നീ ഒരു ഡേറ്റ് പറഞ്ഞിട്ടല്ലേ കാശ് മേടിച്ചത്. ആ ഡേറ്റ് ഇതുവരെ ആയിട്ടില്ലല്ലോ. ആ, അത് ശരിയാ. ഇനിയിപ്പോ പറഞ്ഞ ഡേറ്റിന് പണം തരാൻ ഇന്ദ്രന് കഴിഞ്ഞില്ലെങ്കിൽ 1-2 മാസം കൂടി സമയം തരാൻ തരാ. നമ്മളൊക്കെ എന്നും കാണേണ്ടവരല്ലാടോ. ആ ഒരു ബന്ധം വെച്ചാ ഞാൻ നിങ്ങൾക്ക് പണം തന്നത്. ആ, അതാണ്. അത് തന്നെയാ സാറേ ഞാനും ഇവനോട് പറഞ്ഞത്. കേട്ടില്ലേ ഇന്ദ്ര, സച്ചി സാറും കുടുംബവും നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാ കണ്ണും അടച്ച് ഇത്രയും വലിയൊരു സഹായം ചെയ്തത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ബന്ധത്തിന് അടിത്തറയിട്ട് വെക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അത് നമ്മൾ ചെയ്യണോ ഇന്ദ്ര? ആ, കേട്ടോ സച്ചി സാറേ, ഇവൻ ഇപ്പോഴും സച്ചി സാറിന്റെ മുമ്പിൽ ആ പഴയ ഇന്ദ്രൻ തന്നെയാ. സച്ചി സാറിന്റെ കടയിലെ പഴയ പണിക്കാരനെ. ഇന്ദുവിന്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചൊന്നും ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നുവെച്ച് ഇന്ദ്രന് ഈ കല്യാണക്കാര്യത്തിൽ താല്പര്യക്കുറവൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഈ കുടുംബത്തോട് ഇവനൊരു കടപ്പാടൊക്കെ ഉണ്ടല്ലോ. കടപ്പാടിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ എന്റെ മോളിവിടെ ആർക്കും വേണ്ടാതെ ഇരിക്കൊന്നും അല്ല സുശീലേച്ചി. അയ്യോ അയ്യോ, ഞാൻ ആ അർത്ഥത്തിലൊന്നും പറഞ്ഞതല്ല സാവിത്രി. അല്ല, നമ്മള് സംസാരിച്ച കാര്യത്തിൽ നിന്ന് എന്റെ മോൻ ഒരടി പുറകോട്ട് പോവില്ലെന്നു പറഞ്ഞതാ. അതിന് നമ്മളങ്ങനെ വിശദമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. നിന്റെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ നീ പറഞ്ഞു, ഞങ്ങളത് കേട്ടു. അല്ല, അതിനപ്പുറമൊന്നും നടന്നിട്ടില്ലല്ലോ. അതിനല്ലേ സാറേ ഞാനും ഇന്ദ്രനും കൂടി വന്നേ. നമുക്ക് ഇന്ന് തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. ഇന്ദ്രൻ വാക്ക് തന്നാ സാറിന് ബാക്കി കാര്യങ്ങൾ ഉറപ്പിക്കാമല്ലോ. ഇന്ദ്രന്റെ ഉറപ്പ് മാത്രം മതിയോ ആന്റി? ഇവളുടെ സമ്മതം കൂടി വേണ്ടേ? ആദ്യം ഇവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിന് ഇഷ്ടമാണോ എന്ന് അറിയണ്ടേ? അതിനെന്താ, അവര് മാറുമെന്ന് സംസാരിക്കട്ടെ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറിക്കൊടുക്കാം. അല്ലെങ്കിൽ ഇവരെവിടെയും മാറുമെന്ന് സംസാരിക്കട്ടെ. മോളെ ഇന്ദു, നീ ഇവനെ അങ്ങോട്ടെങ്ങനെ വിളിച്ചോണ്ട് പോ. അയ്യോ, അത് വേണ്ട ആന്റി. ഇന്ദ്രേട്ടനെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ കാണുന്നതല്ലേ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇന്ദ്ര, ഇനി നിനക്ക് ഇന്ദുവിനോട് വല്ലതും സംസാരിക്കാനുണ്ടോ? ഇല്ല, ഒന്നും സംസാരിക്കാനില്ല. പോരെ സാറേ, ഇത്രയും പോരെ.
ഇവരുടെ കല്യാണം ഉറപ്പിക്കാൻ ഇത്രയും പോരെ? മതിയോ ഇന്ദിര? പുതിയൊരു കല്യാണം തീരുമാനിക്കാനുള്ള സമയമായെന്ന് ഇന്ദിരന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ തുറന്നു പറയണം. നമുക്ക് ഇപ്പൊ തന്നെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. നീ റെഡിയാണെന്ന് പറയുന്നില്ല. നമ്മൾ അതിനുകൂടിയല്ലേ വന്നത്. പറ മോനെ, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും. പറയടാ. ആ പറ. പറഞ്ഞു ഇന്ദിര, ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് എന്തും പറയാലോ. നാളെയാണ് എന്റെ അനുപമയുടെയും ഡിവോഴ്സിന്റെ വിധി പറയുന്ന ദിവസം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മറുപടി പറയാം. ഞാൻ ഇറങ്ങാ. അമ്മ വരുന്നെങ്കിൽ വാ. അല്ല മോനെ, അവനും ഓക്കെ സാറേ. നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാനേ അവനെയും കൂട്ടി ഇങ്ങോട്ട് വരാം. എന്നാ ഞാൻ അങ്ങ് ഇറങ്ങട്ടെ. ഇത് കണ്ടിട്ട് നാളെ കഴിഞ്ഞ ആ സുശീലയുടെ നിർബന്ധത്തിന് ഇന്ദ്രൻ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലമ്മേ, ഇന്ദ്രന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പായി. അവന്റെ അമ്മയ്ക്ക് അനുകൂലമായി എന്തെങ്കിലും സൂചന തന്നിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കണക്ക് തീർത്ത് വിടാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അവൻ പിടി തന്നില്ല. എടാ, ഇന്ദ്രൻ അവന്റെ അമ്മയെ പിണക്കാതിരിക്കാനാ ഇപ്പോഴും അവരുടെ പുറകെ വന്നത്. അവന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ കണക്ക് കൂട്ടലുണ്ടെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ അവൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയ വാക്ക് അവന്റെ ഒരു സമ്മതമായിട്ട് എടുത്തിരിക്കുക സുശീല. അത് അവളൊരു ആയുധമായിട്ട് എവിടെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇന്ദ്ര, വണ്ടി ഒന്ന് നിർത്ത്. എന്താ അമ്മേ? അമ്മ ഇവിടെ ഇറങ്ങാൻ പോകണം? അതെ, ഞാനിവിടെ ഇറങ്ങുക. നിനക്കെന്നെ കാത്തു നിൽക്കാൻ പറ്റുമെങ്കിൽ കാത്തു നിൽക്ക്.